السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ മാസത്തിൽ സൽക്കർമ്മങ്ങൾ സ്വരൂപിക്കുവാൻ വേണ്ടി ധൃതി വെക്കുന്നവരാണ് നാം ഓരോരുത്തരും. സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ശരീരം കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കടന്നു വരാറുള്ളത്. എന്നാൽ അറിയുക, സൽപ്രവർത്തനങ്ങൾ രണ്ട് നിലക്കാണ്. ഒന്ന് ശരീരം കൊണ്ടുള്ളത്, മറ്റൊന്ന് ഹൃദയം കൊണ്ടുള്ളത്. ഹൃദയം കൊണ്ടും സൽപ്രവർത്തനങ്ങളുണ്ട്, ശരീരം കൊണ്ടുമുണ്ട്. ഇതിലേറ്റവും ശ്രേഷ്ഠമായത്, രണ്ടിനെയും താരതമ്യം ചെയ്യുമ്പോൾ ശ്രേഷ്ഠമായത് ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനമാണ് ശരീരം കൊണ്ടുള്ള പ്രവർത്തനത്തെക്കാൾ ശ്രേഷ്ഠമായത്. ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അൽ ഈമാൻ, സത്യവിശ്വാസമാണ്. റമളാനിൽ മറ്റേതൊരു മാസത്തേക്കാളും നാം സ്വരൂപിക്കേണ്ടുന്ന സൽപ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് നമ്മുടെ ഈമാനിനെ എല്ലാ മേഖലകളിലും ശക്തിപ്പെടുത്തുക എന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ നോമ്പിനെക്കുറിച്ചും റമളാനിലെ നമസ്കാരത്തെ സംബന്ധിച്ചും പറഞ്ഞപ്പോൾ മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ. അവിടെ ഈമാനിനെ പ്രത്യേകം മുന്തിച്ച് പറയാനുള്ള കാരണം ആ ഈമാനിനെ നാം പ്രത്യേകം ഗൗനിക്കണം, അതിന് പ്രാധാന്യം നൽകണം എന്ന അർത്ഥത്തിലാണ്. എങ്കിൽ സത്യവിശ്വാസമാണ് ഏറ്റവും നല്ല പ്രവർത്തനമെങ്കിൽ പരലോകത്തേക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യവും അതുതന്നെയാണ്. സൂറത്തുൽ അൻആമിലെ 158 കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യൗമ യഅതി ബഅദു ആയാതി റബ്ബിക് ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനും അവൻ്റെ ഈമാൻ ഉപകാരപ്പെടില്ല എന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ ഖിയാമത്ത് നാളിൻ്റെത് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ഈമാൻ ഉപകാരപ്പെടുകയില്ല. വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലം തകുൻ ആമനത് മിൻ ഖബ്ലു, ആ ദൃഷ്ടാന്തം വരുന്നതിന് മുമ്പേ വിശ്വസിച്ചവരാണെങ്കിൽ ഉപകാരപ്പെടും. ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ, അല്ലെങ്കിൽ ഈമാനിൽ നിന്ന്, സത്യവിശ്വാസത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സമ്പാദിച്ചു വെച്ചവർ. നോക്കൂ, അവിടെ ഈമാനിൻ്റെ സമ്പാദ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഔ കസബത് ഫി ഈമാനിഹ, ഈമാനിലെ സമ്പാദ്യം. അപ്പോൾ ഈമാൻ എന്നുള്ളത് മറ്റു പ്രവർത്തനങ്ങളെപ്പോലെയോ അതിനേക്കാൾ മികച്ചു നിൽക്കുന്നതോ ആയ സമ്പാദ്യമാണ്. അതുകൊണ്ട് ഈമാനിനെക്കുറിച്ചുള്ള ഗൗരവതരമായ ചിന്ത നമുക്ക് വേണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്ന കലിമത്തു തൗഹീദിൻ്റെ ആദ്യ ഭാഗം. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്നാൽ അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന സാക്ഷ്യവാചകം. ഈമാനിൻ്റെ വളരെ സുപ്രധാനമായ ഒരു മേഖലയാണത്. ആ മേഖലയിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്
എന്ന് അംഗീകരിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളും. എന്നാൽ ആ ഷഹാദയുടെ വളരെ പ്രധാനപ്പെട്ട ഈമാനികമായ മറ്റൊരു ഭാഗമുണ്ട്. ഇൻഷാ അള്ളാഹ് ഈ സംസാരത്തിൽ അതിനെക്കുറിച്ച് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതാകുന്നു മഹബ്ബത്തുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത്, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം, അത് ഈമാനിൻ്റെ ഭാഗമാണ്. ഒരിക്കൽ അറാബികളിൽപ്പെട്ട ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അറാബിയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മതസ്സാഅ, നബിയെ ഖിയാമത്ത് നാൾ എന്നാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, തിരിച്ചു പറഞ്ഞു, വൈലക്, നിനക്ക് നാശം, വമാദാ അഅദദ്ത ലഹാ, എന്നാണ് ഖിയാമത്ത് നാൾ എന്നതിനേക്കാൾ നീ എന്താണ് അതിനുവേണ്ടി കരുതി വെച്ചത്? ഖിയാമത്ത് നാളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കരുതി വെക്കേണ്ടതിൽ എന്താണ് നീ സ്വരൂപിച്ചു വെച്ചിട്ടുള്ളത്? അപ്പോൾ ആ വ്യക്തിയുടെ മറുപടി ഇമാം ബുഖാരിയുടെ സ്വഹീഹിലുള്ളതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. അദ്ദേഹം പറയാണ്, ലാ ഷൈ, കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, എനിക്ക് അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹമുണ്ട്, ആ മഹബ്ബത്തുണ്ട്, ആ സ്നേഹം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹിൻ്റെ ചോദ്യം എന്താണ് കരുതി വെച്ചത് എന്നാണ്. സ്നേഹം കരുതി വെച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാം. മഹബ്ബത്ത് കരുതി വെച്ചിട്ടുണ്ട്. മറ്റൊരു റിവായത്തിലുള്ളത്, ഞാൻ ഒരുപാട് നമസ്കരിക്കുന്ന ആളല്ല, ഒരുപാട് നോമ്പ് നോൽക്കുന്ന ആളല്ല, എന്നാൽ ഒരു കാര്യം എനിക്ക് തീർച്ചയാണ്, എനിക്ക് അള്ളാഹുവിനോടും റസൂലിനോടും അങ്ങേയറ്റത്തെ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത്, അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഗ്യാരണ്ടി കൂടിയാണ്. നീ ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെയായിരിക്കും ഇൻഷാ അള്ളാഹ് ഖിയാമത്ത് നാളിൽ. വിജയിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഫമാ ഫരിഹ്നാ ബിശൈഇൻ ഫറഹനാ ബിഖൗലിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മഅ മൻ അഹ്ബബ്ത്. ഖാല അനസുൻ അന ഉഹിബ്ബുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅബാ ബക്രിൻ വഉമർ വഅർജു അൻ അകൂന മഅഹും ബിഹുബ്ബി ഇയ്യാഹും വഇല്ലം അഅമൽ ബിമിസ്ലി അഅമാലിഹിം. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അതുപോലെ സന്തോഷിച്ച ഒരു ദിവസം ഞങ്ങൾ സ്വഹാബികൾക്കുണ്ടായിട്ടില്ല. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അതുപോലെ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത്, ആ ഇഷ്ടം പരലോകത്ത് രക്ഷ നൽകുന്നതാണ് എന്ന വലിയ അറിവ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എനിക്ക് അല്ലാഹുവിൻ്റെ റസൂലിനെ വലിയ ഇഷ്ടമാണ്, എനിക്ക് അബൂബക്കറിനെ ഇഷ്ടമാണ്, എനിക്ക് ഉമറിനെ ഇഷ്ടമാണ് റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. അവരെപ്പോലെ ദറജയിൽ ഉയരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ ഇഷ്ടം അവരുടെ കൂടെ എന്നെ സ്വർഗത്തിലെത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു മഹബ്ബത്ത് തിരിച്ചറിഞ്ഞ് ആസ്വദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഈ റമളാനിൽ ഗൗരവത്തോടുകൂടി ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട വിഷയമാണ്. അതൊരാസ്വാദനമാണ് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് എന്ന് പറയുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഖിലാബ അൻ അനസിൻ അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ ഈമാനിൻ്റെ മധുരം അയാൾ ആസ്വദിച്ചിരിക്കും. അതിലൊന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. അല്ലാഹുവും റസൂലും മറ്റെല്ലാരേക്കാളും ആ വ്യക്തിക്ക് പ്രിയപ്പെട്ടതായിരിക്കുമ്പോൾ ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയുന്നതാണ്. ഇല്ലെങ്കിലോ ഈ മധുരം അങ്ങോട്ട് കിട്ടില്ല. എനിക്കും നിങ്ങൾക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മുടെ ഈമാൻ പോരാ എന്ന്? എന്തോ ഒരു പോരായ്മ നമുക്കുണ്ട് എന്ന്? അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള നമ്മുടെ മഹബ്ബത്തിൻ്റെ ആഴവും അതിൻ്റെ ദൃഢതയും അതിൻ്റെ ഗാംഭീര്യവും ഞാനും നിങ്ങളും ഒന്ന് പരിശോധിച്ചാൽ മതി. അതിലുള്ള വീഴ്ചയാണ് ഈ ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ പറ്റാതെ പോകുന്നത്. അത് കേവലമായ ഒരു സ്നേഹമല്ല,
സൂറത്തു തൗബയിലെ 24 എണ്ണിപ്പടിച്ചോളൂ. 8 കാര്യങ്ങൾ മുസ്ലിമീങ്ങൾ ഇത് എണ്ണിപ്പടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഗ്രന്ഥത്തിൽ എണ്ണിയതാണിത്. 1 by 1 എണ്ണിയതാണത്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ഈ 8 കാര്യങ്ങളെക്കാൾ നബിയോട് സ്നേഹം തോന്നണം. ഈ 8 കാര്യങ്ങളെക്കാൾ അള്ളാഹുവിനോട് സ്നേഹം തോന്നണം. ഏതാണ് ആ കാര്യങ്ങൾ? ഖുൽ, നബിയെ പ്രഖ്യാപിക്കുക, പറഞ്ഞു കൊടുക്കുക. ഇൻ കാന ആബാഉക്കും, മാതാപിതാക്കൾ, വ അബ്നാഉക്കും, നിങ്ങളുടെ മക്കൾ, വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ, വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകൾ, വ അശീറത്തുക്കും, നിങ്ങളുടെ കുടുംബക്കാർ, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ സമ്പാദിക്കുന്ന ധനം, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ, നിങ്ങൾ നഷ്ടം ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, വ മസാകിനു തർദൗനഹ, ഇഷ്ടപ്പെടുന്ന വീട്. ഈ 8 കാര്യങ്ങളാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നിരന്തരമായി നാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഒരു വേള ജീവിതം മുഴുവൻ ഈ 8 കാര്യങ്ങൾക്കല്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒറ്റ കാര്യം പറയാം, വ മസാകിനു തർദൗനഹ, ഇഷ്ടപ്പെടുന്നൊരു വീടുണ്ടാക്കാൻ. ഈ പ്രവാസം പോലും ഒരു വേള അതിനായിരിക്കാം. 30-40 വർഷം അധ്വാനിക്കുന്നത് ഒരു വീടുണ്ടാക്കാനാണ്. ആ വീട്ടിൽ താൻ താമസിക്കുമെന്ന ഗ്യാരണ്ടി മനുഷ്യനില്ല, എന്നാലും അവൻ അധ്വാനിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ 8 കാര്യങ്ങളോടുള്ള നിങ്ങളുടെ മഹബ്ബത്ത് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹത്തെക്കാൾ ഇതിനോടാണ് നിങ്ങൾക്ക് സ്നേഹമെങ്കിൽ, വജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമത്തെക്കാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ, അത് മോശമായി പോയി എന്നല്ല, അത് ശരിയല്ല എന്നുമല്ല, അങ്ങനെയുള്ള വാക്കുകളൊന്നുമല്ല പറഞ്ഞത്. മറിച്ച് ഫതറബ്ബസൂ, കാത്തിരുന്നുകൊള്ളൂ. വഈദാണ് എന്ന് പറഞ്ഞാൽ കടുത്ത തെറ്റാണ്, വൻ പാപമാണ്. കാരണം ശിക്ഷ കൊണ്ടുള്ള താക്കീതുള്ളതെല്ലാം കബായിറുകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മോശമായി എന്നോ തെറ്റാണ് എന്നുള്ള വാക്കല്ല റബ്ബ് ഉപയോഗിച്ചത്. ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, അള്ളാഹു അവൻ്റെ കൽപ്പനയുമായി വരുന്നതിനെ കാത്തിരുന്നുള്ളൂ. അഥവാ ശിക്ഷയുടെ കൽപ്പന എന്നാണ്. ആ വ്യക്തി ശിക്ഷിക്കപ്പെടും, ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക്. ആ സമൂഹം ശിക്ഷിക്കപ്പെടും. അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള മഹബ്ബത്തായിരിക്കണം ഈ പറഞ്ഞ 8 കാര്യങ്ങളെക്കാളും ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, കൈഫ കാന ഹുബ്ബുക്കും ലിറസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ മറുപടി, കാന വല്ലാഹ്, അള്ളാഹുവാണ്, അഹബ്ബ ഇലൈന, അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു, മിൻ അംവാലിന വ ഔലാദിന വ ആബാഇന വ ഉമ്മഹാതിന വ മിനൽ മാഇൽ ബാരിദി അലൽ ലമ, ഞങ്ങളുടെ സ്വത്തിനേക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും എന്തിനേറെ ദാഹിച്ച് വലഞ്ഞവന് തണുത്ത വെള്ളം എത്ര പ്രിയപ്പെട്ടതാണോ അതിനേക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞങ്ങൾക്ക് സ്നേഹമായിരുന്നു. അപ്രകാരമായിരുന്നു സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത്. ഈ ഒരു മഹബ്ബത്ത്, അതിൻ്റെ ഒരു ഫീലിംഗ്, ആ ഒരു ഈമാനിൻ്റെ മധുരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികൾക്ക് ആ നിലക്ക് ഇഷ്ടമായിരുന്നു. റസൂലുള്ളാഹിനെ പിരിയുന്നത് പോലും, കാണാതിരിക്കുന്നത് പോലും അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. നമുക്ക് കാണാൻ സാധിക്കും, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുകയാണ്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിൻ്റെ റസൂൽ യമനിലേക്ക് പറഞ്ഞയക്കാൻ ദഅവത്തിന് വേണ്ടി. അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തൻ്റെ ഒട്ടകപ്പുറത്തിരിക്കുന്നു, അല്ലെങ്കിൽ കുതിരപ്പുറത്തിരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ നടക്കുകയാണ്. എന്നിട്ട് ഉപദേശങ്ങൾ ഇങ്ങനെ നൽകുകയാണ്. ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യാ മുആദ് ഇന്നക അസാ അൻ ലാ തൽഖാനി ബഅദ ആമി ഹാദാ, മുആദേ, ഇനി താങ്കൾ തിരിച്ചു വരുമ്പോൾ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല, എന്നെ ഇനി താങ്കൾ തിരിച്ചു വരുമ്പോൾ കാണണം എന്നില്ല. വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബ്രി, താങ്കൾ ഇനി വരുമ്പോൾ എൻ്റെ ഖബറിൻ്റെ അടുത്തുകൂടി താങ്കൾക്ക് നടന്നു പോകേണ്ടി വരും, ഞാൻ ഉണ്ടാവില്ല അടുത്ത വർഷം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫബകാ മുആദുൻ ജശ്അൻ
ലിഫിറാഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാതെ നിർവാഹമില്ലല്ലോ. പക്ഷേ അദ്ദേഹം ലിഫിറാഖി റസൂലില്ല എന്നാണ്, അള്ളാഹുവിൻ്റെ റസൂലിനെ എനിക്ക് കാണില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം തേങ്ങി തേങ്ങി കരഞ്ഞു എന്നാണ്. ആ കരച്ചിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് പതിച്ചു. തൻ്റെ അനുചരന്മാർ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ സുമ്മൽതഫത ഫഅഖ്ബല ബിവജ്ഹിഹി നഹ്വൽ മദീന, മദീനയുടെ നേരെ അള്ളാഹുവിൻ്റെ റസൂൽ മുഖം തിരിച്ചു. മദീന പള്ളിക്ക് നേരെ, മദീനയുടെ നേരെ മുഖം തിരിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന ഔലൻ നാസി ബി അൽ മുത്തഖൂൻ മൻ കാനു വഹൈസു കാനു. ഇൻഷാ അല്ലാഹ് എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ ഖിയാമത്ത് നാളിൽ മുത്തഖീങ്ങളായിരിക്കും, തഖ്വയോടുകൂടി ജീവിക്കുന്ന, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങൾ കേട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളാരോ അവർക്ക് ഖിയാമത്ത് നാളിൽ എൻ്റെ ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കാമെന്ന സന്തോഷ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ഈ ദുനിയാവിൽ വെച്ച് വേർപിരിയേണ്ടി വന്നാലും നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടിട്ടില്ല. പക്ഷേ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ എത്ര കടുത്തതാണ്. പക്ഷെ അതൊരു ഇദ്ദിആഇൽ, കേവലമായൊരു അവകാശവാദത്തിൽ ഒതുങ്ങിപ്പോവാതെ ആ റസൂലുള്ളാഹിനെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടാനുള്ള അങ്ങേയറ്റത്തെ കൊതിയും ആഗ്രഹവും നമുക്കുണ്ടാവണം. അത് മുത്തഖീങ്ങൾക്കാണ്. ആ തഖ്വ നേടിയെടുക്കാനാണ് റമളാനിലെ നോമ്പ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. നിങ്ങൾ തഖ്വയുള്ളവരാണോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെയായിരിക്കും. ഇമാം തബറാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുഅ്ജമുൽ കബീറിൽ, മുഅ്ജമുസ് സഗീറിൽ ഉദ്ധരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, വല്ലാഹി ഇന്നക ല അഹബ്ബു ഇലയ്യ മിൻ നഫ്സി വ ഇന്നക ല അഹബ്ബു ഇലയ്യ മിൻ അഹ്ലി വ മാലി വ അഹബ്ബു ഇലയ്യ മിൻ വലദി. അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് എന്നേക്കാളും നിങ്ങളെയാണ് ഇഷ്ടം. അങ്ങനെ പറയാൻ പറ്റുക എന്നുള്ളത് ചെറിയൊരു കാര്യമൊന്നുമല്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും അതിൽ ഒന്ന് പതറിപ്പോയിട്ടുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് എന്നെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെയാണ് മറ്റെല്ലാറ്റിനേക്കാളും ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ, ശരിയായിട്ടില്ല. എന്ത്? ഈമാൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സമ്പാദിച്ച് വെക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന കേവല ഈമാനല്ല, അതിനപ്പുറത്ത് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് ഈമാനാണ്. അതില്ല എങ്കിൽ ഈമാനിലെ തകരാറും തകർച്ചയുമാണത്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് എന്നെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെയാണ് ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ, അങ്ങനെയല്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈ മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാളും മറ്റെല്ലാറ്റിനേക്കാളും സ്വന്തം നഫ്സിനേക്കാളും എല്ലാം ഞാൻ പ്രിയപ്പെട്ടതാകണം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞു. അത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഉലമാക്കൾ പറയുന്നത് പോലെ അങ്ങനെ പറയാൻ പാടുള്ളൂ എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ്. അല്ലാതെ റസൂലുള്ളാഹ് ഞാൻ കഴിഞ്ഞിട്ടേ റസൂലുള്ളൂ എന്ന നിലക്കാണോ? ഒരിക്കലുമല്ല. അതെന്തെങ്കിലും തെറ്റായി പോകുമോ എന്ന് പേടിച്ചിട്ട് പറഞ്ഞതാ. പക്ഷെ റസൂലുള്ളാഹ് പറഞ്ഞു, തെറ്റല്ല, നിങ്ങൾ നിങ്ങളെക്കാൾ സ്നേഹിക്കണം. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് എന്നേക്കാൾ നിങ്ങളെയാണ് ഇഷ്ടം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ശരിയായത്, ഇപ്പോഴാണ് ഈമാൻ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയത്. പക്ഷേ സാധാരണക്കാരനായ ഈ മനുഷ്യൻ പറഞ്ഞത്, അദ്ദേഹത്തിന് ഇങ്ങനെയൊന്നും പഠിപ്പിക്കപ്പെടാതെ തന്നെ പറഞ്ഞു, ല അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എനിക്ക് എന്നേക്കാൾ നിങ്ങളെയാണ് നബിയെ ഇഷ്ടം. എൻ്റെ സ്വത്തിനേക്കാളും എൻ്റെ മക്കളെക്കാളും എൻ്റെ കുടുംബത്തെക്കാളും എനിക്ക് നിങ്ങളെയാണ് ഇഷ്ടം.
وإني لأكون في البيت فأذكرك فما أصبر حتى آتيك فأنظر إليك. ഞാൻ വീട്ടിൽ പോയാൽ നിങ്ങളെനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു. പിന്നെ ഇവിടെ വന്ന് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കാതെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല നബിയെ. അതുകൊണ്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല മനുഷ്യൻ. റസൂലുള്ളാനെ കാണാൻ ഫമാസ്ബിറു എന്ന് പറഞ്ഞ് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നിങ്ങളെ കാണണം. وإذا ذكرت موتي وموتك عرفت أنك إذا دخلت الجنة رفعت مع النبيين وإني إذا دخلت الجنة خشيت أن لا أراك. നബിയെ, ഇനി നിങ്ങൾ സ്വർഗത്തിൽ പോയി ഞാനും സ്വർഗത്തിലാണെങ്കിൽ പോലും നിങ്ങൾ അമ്പിയാക്കളുടെ കൂടെ ആയിരിക്കില്ലേ? ഞങ്ങളൊക്കെ അതിൻ്റെ താഴെയല്ലേ, സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ കാണാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി ഞാൻ വരികയാണ്. അല്ലാഹു അക്ബർ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫലം യറുദ്ദ അലൈഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷൈഅ. കുറേ നേരം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിണ്ടാതിരുന്നു. കാരണം അള്ളാഹുവിൻ്റെ റസൂലിന് താക്കത്തില്ലായിരുന്നു. ഇതിനെങ്ങനെയാണ് മറുപടി പറയുക, ഇതിനെങ്ങനെ മറുപടി പറയണമെന്ന് റസൂലുള്ളാഹിക്ക് അറിയാതെ പോയി. ഹത്താ നസല ജിബ്രീലു അലൈഹി സ്വലാത്തു വസ്സലാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വഹയുമായി. അതിൻ്റെ മറുപടി 7 ആകാശങ്ങൾക്ക് മേലെ നിന്ന് അള്ളാഹുവിൻ്റെ മറുപടിയാണ്. റസൂലുള്ളാഹിൻ്റെ മറുപടിയല്ല, ആ പാവം മനുഷ്യനുള്ള മറുപടി 7 ആകാശങ്ങൾക്ക് മേലെ നിന്ന് റഹ്മാനായ റബ്ബ്. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത് അവർ അമ്പിയാക്കളുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂടെയായിരിക്കും. അവിടെ എന്താണ് ഷാഹിദ്? നേരത്തെ പറഞ്ഞതാണ് ഷാഹിദ്. എന്താണത്? വമൻ യുതിഇല്ലാഹ വറസൂൽ. അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടമാണെന്ന് പറയാത്ത ഒരു മുസ്ലിമും ലോകത്തുണ്ടാവില്ല. എല്ലാവർക്കും അതൊരു ഫീലിംഗ് ആണ്. പക്ഷേ അത് ശരിക്കും ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് പരിശോധിക്കേണ്ടതാണ്. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രവാചകൻ്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അത് ഏറ്റവും വലിയ ഫദ്ലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എപ്പോഴും ഖിദ്മത്ത് ചെയ്യുന്ന ഒരാളാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഹത്താ യുസല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇശാ അൽ ആഖിറ. ഇശാ നമസ്കരിക്കുന്നവരെ ഞാൻ റസൂലുള്ളാഹിൻ്റെ കൂടെ ഉണ്ടാകും. എന്നിട്ട് ഇശാ നിസ്കാരം കഴിഞ്ഞാലോ ഫഅജ്ലിസ ബിബാബിഹി, റസൂലുള്ളാഹിൻ്റെ വാതിലിൻ്റെ അടുത്ത് ഞാൻ അവിടെ ഇരിക്കും. നോക്കൂ, ഇശാ കഴിഞ്ഞു, റസൂലുള്ള വീട്ടിലേക്ക് പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാലും ഞാൻ അവിടെ ഇരിക്കും. എന്താ കാര്യം? കാരണം ലഅല്ലഹ അൻ തഹ്ദുസ ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജ. റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാലോ, വീട്ടിലേക്ക് കയറിയിട്ടും എന്തെങ്കിലും ഒന്ന് റസൂലുള്ളാഹിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടായിക്കോട്ടെ, എനിക്ക് ചെയ്തു കൊടുക്കാലോ. എന്നിട്ട് അദ്ദേഹം രാത്രിയും അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, പിന്നെ ഞാൻ എങ്ങനെ കേൾക്കും അള്ളാഹുവിൻ്റെ റസൂൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകൾ ഇങ്ങനെ ചൊല്ലുന്നത് കേട്ടാൽ പിന്നെ എനിക്ക് മനസ്സിലാവും റസൂൽ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞു. അപ്പോൾ ഞാനും ഉറങ്ങാൻ പോകും. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഈ അധ്വാനവും താല്പര്യവും ഒക്കെ കണ്ടപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു, സൽനി യാ റബീഅ ഉഅതിക്. റബീഅ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ നൽകാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുകാഫഅത്ത് വളരെയധികം ഇഷ്ടപ്പെടുന്ന പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ തിരിച്ചങ്ങോട്ടും ചെയ്യും. അത് റസൂലുള്ളാഹിക്ക് നിർബന്ധമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അദ്ദേഹത്തോട് പറയാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ നൽകാം. റബീഅ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആകട്ടെ അഹ്ലുസുഫയിൽപ്പെട്ട ആളാണ്. എന്ന് പറഞ്ഞാൽ ദരിദ്രന്മാരിൽപ്പെട്ട മുഹാജിറുകളായി വന്ന് ഒന്നുമില്ലാതെ പള്ളിയിൽ കഴിയാണ്. മറ്റുള്ളവരുടെ ചെലവിൽ അങ്ങനെ കഴിയുന്ന ദരിദ്രരായ ആളിൽപ്പെട്ട ആളാണ് ആര്? റബീഅ. റസൂലുള്ള ചോദിച്ചതാകട്ടെ എന്താണെന്ന് അദ്ദേഹത്തിനറിയാം, ദുനിയാവിൻ്റെ കാര്യമാണ്. എന്തെങ്കിലും കാര്യങ്ങളോ സ്വത്തോ ദീനാറോ ദിർഹമോ എന്താ റസൂലുള്ളാഹിൻ്റെ കയ്യിലുള്ളത്, അത് കൊടുക്കാന്നുള്ള അർത്ഥത്തിലാണ് റസൂലുള്ള ചോദിച്ചത്. ചോദിച്ചോളൂ, തരാം. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഫഖുൽതു അൻളുറു ഫി അംരി യാ റസൂലല്ലാഹ് സുമ്മ ഉഅ്ലിമുക ദാലിക്. ഞാനൊന്ന് ആലോചിക്കട്ടെ റസൂലേ, എന്നിട്ട് പറഞ്ഞുതരാം. ഉടനെ മറുപടി പറഞ്ഞില്ല. സത്യത്തിൽ എല്ലാ നിലക്കും ആവശ്യക്കാരനാണ് അദ്ദേഹം. ദരിദ്രനാണ്, പട്ടിണിയാണ്, പ്രയാസങ്ങളുണ്ട്. വേഗം ചോദിക്കൂലേ, ദുനിയാവ് ആണ് ഉദ്ദേശിക്കുന്നെങ്കിൽ
അദ്ദേഹം അവിടെ അവധാനത കാണിച്ചു. തഅന്നി, സഹാബികളിൽ നിന്നുള്ളൊരു ഗുണമാണത്. പെട്ടെന്നൊരു മറുപടി പറഞ്ഞില്ല, ഞാൻ ആലോചിക്കട്ടെ, സമയം കൊടുത്തു. പിറ്റേ ദിവസം അദ്ദേഹം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മാ ഫഅൽത യാ റബീഅ, റബീഅ എന്ത് ചെയ്തു? അദ്ദേഹം പറയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ ഫഫക്കർതു ഫീ നഫ്സി, ഞാൻ ചിന്തിച്ചു, ഫഅറഫ്തു അന്ന ദുനിയ മുൻഖതിഅത്തുൻ സായില വ അന്ന ലീ ഫീഹാ റിസ്ഖൻ സയക്ഫീനി വയഅതീനി ഫഖുൽതു അസ്അലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിആഖിറതി ഫഇന്നഹു മിനല്ലാഹി അസ്സ വജല്ല ബിൽ മൻസിൽ അല്ലദി ഹുവ ബിഹി. അദ്ദേഹം പറയാണ്, നബിയെ, ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി ദുനിയാവ് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നതാണ്. ഇവിടേക്കുള്ള റിസ്ക് എങ്ങനെയൊക്കെ ഏതെങ്കിലും വഴിക്ക് എന്നിലേക്ക് വരും. അതുകൊണ്ട് അതിന് വലിയ പ്രാമുഖ്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് ആഖിറത്തിനെ കുറിച്ച് ചോദിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് നബിയെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടായി നിൽക്കണം. സ്വർഗം പോലുമല്ല മനുഷ്യൻ ചോദിച്ചത്. നോക്കൂ നിങ്ങൾ, ദുനിയാവിൻ്റെ കാര്യമാണ് റസൂലുള്ള ചോദിക്കാൻ പറഞ്ഞതെങ്കിൽ ദുനിയാവിന് അദ്ദേഹം ഒഴിവാക്കി. എന്നിട്ടോ ആഗ്രഹങ്ങൾ ചെറുതൊന്നുമല്ല. ഒന്ന്, സ്വർഗം വേണം. രണ്ട്, ഉയർന്ന ദറജയിലായിരിക്കണം. കാരണം റസൂലുള്ള ഏറ്റവും ഉയർന്ന ദറജയിൽ, എനിക്ക് ആ ഉയർന്ന ദറജ കിട്ടണം. മാത്രമല്ല നിങ്ങളുടെ കൂടെ എപ്പോഴും നിൽക്കാനും കഴിയണം. വല്ലാത്ത ആഗ്രഹമാണ് ആ സ്വഹാബി പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്തംഭിച്ചു പോയി എന്നാണ്. അവഗൈറ ദാലിക്, വേറൊന്നുമില്ല എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒന്നുമില്ലേ? കാരണം എന്തെങ്കിലും ദുനിയാവിൻ്റെത് അദ്ദേഹം ചോദിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, വേറെയൊന്നുമില്ല. മറ്റൊരു റിവായത്തിലുള്ളത്, അസ്അലുക അൻ തശ്ഫഅ ലി ഇലാ റബ്ബിക ഫയുതിഖനി മിനന്നാർ, നിങ്ങൾ പടച്ച റബ്ബിനോട് ശഫാഅത്ത് പറഞ്ഞിട്ട് എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറയണം. അപ്പോഴും ആഖിറം തന്നെ, ദുനിയാവ് പറയുന്നേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്ഭുതമായി. പ്രവാചകൻ ചോദിച്ചു, മൻ അമറക ബിഹാദാ യാ റബീഅ, റബീഅ താങ്കളോട് ആരാണിത് പറഞ്ഞത്? കാരണം അദ്ദേഹത്തെ പോലൊരു മനുഷ്യൻ ഇത്രയും അത്രയും ഉയർന്ന നിലക്കുള്ളൊരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത കാണുന്നില്ല. അതുകൊണ്ട് ഇതാരാണ് താങ്കൾക്ക് പറഞ്ഞെന്ന് എങ്ങനെ ചോദിക്കാൻ? ആരോടെങ്കിലും ഡിസ്കഷൻ നടത്തിയോ എന്നാണ് റസൂലുള്ള ചോദിക്കുന്നത്. അദ്ദേഹം പറയാണ്, നബി ആരോടും ചോദിച്ചിട്ടില്ല, ഞാൻ തന്നെ ചിന്തിച്ചതാണ്. ഫസമത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തവീല, സുദീർഘമായി മിണ്ടാതിരുന്നു. കാരണം ഈ ചോദ്യങ്ങളൊന്നും തന്നെ റസൂലുള്ളാഹിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നേരം, തവീലെന്നാണ്, കുറേ നേരം മിണ്ടാതെ അള്ളാഹുവിൻ്റെ റസൂലിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വന്നിട്ടുണ്ടാകണം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്നി ഫാഇലുൻ, ഞാൻ ചെയ്യാം, പക്ഷേ ഫഅഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, ധാരാളം നമസ്കരിച്ച് താങ്കൾ എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് നാളെ ഷഫാഅത്ത്, ഈ കാര്യം റബ്ബിനോട് ഷഫാഅത്ത് പറഞ്ഞ് താങ്കൾക്ക് നേടിത്തരാൻ താങ്കൾ ധാരാളമായി നമസ്കരിച്ച് എന്നെ സഹായിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത്രമാത്രം ഈ ദുനിയാവിൽ കണ്ടിട്ടില്ലെങ്കിലും പരലോകത്ത് റസൂലുള്ളയെ ഒരിക്കലും നഷ്ടപ്പെടരുതെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം ആ സ്വഹാബത്തിനുണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങളെ ആഗ്രഹമായി തന്നെ നിലനിർത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അമലുകൾ ചെയ്യണം. കാരണം പല ആളുകളും മഹബത്ത് ഇങ്ങനെ പറയും, പക്ഷെ അമലിലുണ്ടാവില്ല. എന്നാൽ അമലുകളാണ് നിങ്ങളെ അതിനർഹരാക്കി തീർക്കുന്നത് എന്ന് നിരന്തരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ആ നിലക്ക് സ്വഹാബികൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ചു. അതുപോലെ സ്നേഹിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കണം. സ്വഹീഹായ സീറയിൽ വന്നിട്ടുണ്ട്, സവാദ് റളിയല്ലാഹു തആല ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ സഫുകൾ, യുദ്ധമുന്നണിയുടെ സഫുകൾ നേരെയാക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കയ്യിലുള്ള അമ്പിൻ്റെ മറുതല കൊണ്ട്, അഥവാ മുന കൊണ്ടല്ല, ഈ ഇപ്പുറത്തെ ഭാഗം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വയറിനൊന്നിങ്ങനെ കുത്തിയിട്ട് ആ സഫൊന്ന് നേരെയാക്കിയതാണ്. ഉടനെ തന്നെ അദ്ദേഹം ഇസ്തവി യാ സവാദ്, സവാദെ സഫ് നേരെയാക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഔജഅതനി വഖദ് ബഅസകല്ലാഹു ബിൽ ഹഖ് വൽ അദ്ലി ഫഅഖിദ്നി, നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു, എനിക്ക് വേദനയായി.
വയറ്റിന് ഇങ്ങനെ കുത്തിയപ്പോൾ എനിക്ക് വേദനയായി, എനിക്ക് പ്രതികാരം ചെയ്യണം. ഉടനെ തന്നെ ഫകശഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബത്നിഹി ഫഖാൽ ഇസ്തഖിദ്, വയറ് കാണിച്ചു കൊടുത്തു, തിരിച്ചു കുത്തിക്കുമെന്ന് പറഞ്ഞു. അല്ലാഹു അക്ബർ. ഫഅതനഖഹു ഫഖബ്ബല ബത്നഹ. സവാദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ആ വയറ് കാണിച്ചു കൊടുത്ത വയറുണ്ടല്ലോ അവിടെ ചുംബിച്ചു, ആ വയറിന് ചുംബിച്ചു. റസൂൽ ചോദിച്ചു, മാ ഹമലക അലാ ഹാദാ യാ സവാദ്, സവാദ് എന്താണ് കാണിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? വേറൊരു കാരണം പറഞ്ഞ് റസൂലുള്ളാഹിന്റെ വയറ്, റസൂലുള്ളാഹിന്റെ ശരീരം ഈ ഒരു ഐഡിയ പറഞ്ഞാലല്ലാതെ റസൂൽ കാണിച്ചു കൊടുക്കുമോ? അല്ലാതെ പ്രതികാരം ചെയ്യാനല്ല, ആ വയറൊന്ന് ഡയറക്റ്റ് കിട്ടണം. കാരണം എവിടെയാണ് നിൽക്കുന്നത്? യുദ്ധമുന്നണിയിലാണ്. ഇനി ഒരു വേള തിരിച്ച് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് മടങ്ങി വരില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. ആ ചോദ്യത്തിന്റെ മറുപടിയും അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? യാ റസൂലുള്ളാഹ് ഹളറ മാ തറ, റസൂലെ നിങ്ങൾ കാണുന്നില്ലേ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത്? ഫഅറതു അൻ യകൂന ആഖിറൽ അഹ്ദി ബിക് അൻ യമസ്സ ജിൽദി ജിൽദക്, ഈ യുദ്ധമുന്നണിയിലെ അവസാനത്തെ ഒരു പ്രവൃത്തി എൻ്റെ തൊലി നിങ്ങളുടെ തൊലിയിലോട് ചേരാൻ. മറ്റൊരു റിവായത്തിലുള്ളത് അങ്ങനെ നരകം എന്നെ സ്പർശിക്കാതിരിക്കാൻ, അങ്ങനെ നരകം എന്നെ സ്പർശിക്കാതിരിക്കാൻ എൻ്റെ ചുണ്ടുകൾ കൊണ്ട് നിങ്ങൾക്കൊരു മുത്തം. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ധാരാളമായി ദുആ ചെയ്തു. ഈ രൂപത്തിലായിരുന്നു സഹാബികൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത്. അബൂ സുഫിയാൻ പറഞ്ഞതുപോലെ, മാ റഅയ്തു മിനൻ നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ നബിയെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരാളും മറ്റൊരാളെ സ്നേഹിച്ചത് ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരാളും മറ്റൊരാളെ സ്നേഹിച്ചത് കണ്ടിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. ഇന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മുടെ കൂടെയില്ല, പിന്നെ എങ്ങനെയാണ് റസൂലുള്ളാഹിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുക? ഉലമാക്കൾ പറഞ്ഞു, ആ നബിയുടെ ചര്യയെ പിൻപറ്റലാണ് ആ സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റണം. ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ മാത്രമല്ല, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളാണെങ്കിലും അലസതയും മടിയും തോന്നുന്ന വിഷയങ്ങളാണെങ്കിലും അവിടെയാണ് യഥാർത്ഥ മഹബത്തും ത്വാഅത്തും പ്രകടമാവുന്നത് എന്നാണ്. കാരണം ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ സുന്നത്തിനെ പിൻപറ്റാൻ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഉദാഹരണത്തിന് അത്താഴം കഴിക്കൽ സുന്നത്താണ്. അൽഹംദുലില്ലാ എല്ലാവരും അത്താഴം കഴിക്കും. കാരണം എന്താണ്? ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് അത്താഴം കഴിക്കുക. നോമ്പ് തുറക്കൽ ബാങ്ക് കൊടുത്താൽ എളുപ്പമാക്കണം. അൽഹംദുലില്ലാ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എന്താണ്? ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നോമ്പ് തുറക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ താടി വളർത്തു, നിര്യാണിയുടെ മേലെ വസ്ത്രം ധരിക്കൂ, ബുദ്ധിമുട്ടായി. ഹിജാബ് ധരിക്കൂ, ബുദ്ധിമുട്ട്. പലിശയുമായി ഒരു നിലക്കും ബന്ധപ്പെടരുതേ, ഈ കാലത്ത് അതൊന്നും നോക്കാൻ പറ്റൂല. സുന്നത്തിൽ കണിശത കാണിക്കൂ, ആളുകൾ എന്ത് വിചാരിക്കും? തീവ്രവാദി എന്ന് വിചാരിക്കും. അവിടങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ മഹബത്ത് പ്രകടമാവേണ്ടത്. വലാ യഖാഫൂന ലൗമത ലായിം, ആക്ഷേപകന്മാരുടെ ആക്ഷേപത്തെ ഭയപ്പെടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുന്ന അവസ്ഥയുണ്ടാകണം. ആ പ്രവാചകന്റെ ചര്യകളെ സ്നേഹിക്കണം. പല ആളുകളും അഹ്കാമുകൾ ചോദിക്കും, വിധി ചോദിക്കും. വിധി എന്ന് പറഞ്ഞാൽ വാജിബാണോ സുന്നത്താണോ തുടങ്ങിയ വിധിയാണ്. പക്ഷേ പലപ്പോഴും വിധി ചോദിക്കുമ്പോൾ വാജിബാണോ സുന്നത്താണോ സുന്നത്താണോ എന്ന് ചോദിക്കുന്നത് എന്തിനാണ്? ഉപേക്ഷിക്കാൻ. ഉലമാക്കൾ പറയാണ്, അതിനേക്കാൾ വലിയ ഒരു അനാദരവ് വേറെയില്ല എന്നാണ്. ഒന്ന് പരിശോധിക്കണം ഞാനും നിങ്ങളും. ഹുക്മ് ചോദിക്കുന്നത് സുന്നത്താണെന്നറിഞ്ഞ് ചെയ്യാതിരിക്കാനാണെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു അനാദരവ് വേറുണ്ടോ? ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിചാരിക്കുക. ഒരാളോട് ഒരു കാര്യമെന്ന് പറഞ്ഞു, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ആ വ്യക്തി ചോദിക്കുകയാണ്, അള്ളാഹു പറഞ്ഞതാണോ റസൂൽ പറഞ്ഞാണോ?
റസൂല് പറഞ്ഞതാ എന്നാ പോട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഖുദ്സിയായ ഹദീസിൽ നാം എപ്പോഴും കേൾക്കുന്ന ഹദീസാണ്. പക്ഷെ അതിലെ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് ആ പോയിന്റ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറതു അലൈഹി. ഒരടിമ എന്നിലേക്ക് അടുക്കുന്നത് ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ്. എന്നാൽ വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. എന്നാൽ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ അവനെ സ്നേഹിക്കുന്നവരെ. ഫർളിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ ഈ മഹബത്തിനെ കുറിച്ച് പറഞ്ഞില്ല, സുന്നത്തും കൂടി പറഞ്ഞപ്പോഴാണ് ഹത്താ ഉഹിബ്ബഹു, അങ്ങനെ ഞാൻ അവനെ സ്നേഹിക്കുന്നു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സുന്നത്തിനോടുള്ള നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം സ്ഥാപിക്കപ്പെടുന്നത്. ഫഇദാ അഹ്ബബ്തു, അങ്ങനെ ഞാൻ സ്നേഹിച്ചാൽ പിന്നെ അവൻ്റെ കണ്ണും കാതും കൈയും കാലും ഞാനായിത്തീരുമെന്ന് പറയുന്ന ഹദീസ്. അവിടെ ഹത്താ ഉഹിബ്ബഹു എന്നുള്ളത് നവാഫിലിനെ കുറിച്ച് പറഞ്ഞിടത്താണ്. പിന്നെ എങ്ങനെയാണ് സുന്നത്തിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുക? സ്വഹാബികൾ സുന്നത്ത് ചോദിച്ചിരുന്നത് അമലാക്കാനായിരുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു സുന്നത്ത് സ്ഥിരപ്പെട്ടാൽ അവർ പിന്നീട് ജീവിതത്തിൽ അത് ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നബിയോട്. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബത്തിൻ്റെ ഭാഗമാണത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. അതിനോട് അനാദരവ് കാണിക്കുന്നവരോട് ശക്തമായ നിലപാട് പോലും ആ ഇഷ്ടത്തിൻ്റെ ഭാഗമാണ്. ആ ഒരു ഭാഗം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തംനഉ നിസാഅകുമുൽ മസാജിദ് ഇദസ്തഅദന്നകും ഇലൈഹ. സ്ത്രീകൾ പള്ളിയിൽ പോവാൻ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടയരുത്. നിങ്ങളോട് ഞങ്ങൾ പള്ളിയിൽ വരട്ടെ, ഞങ്ങളും പള്ളിയിലേക്ക് വരട്ടെ എന്ന് സ്ത്രീകൾ ചോദിച്ചാൽ അവരെ തടയാൻ പാടില്ല എന്നാണ്, ഹറാമാണ്, അവരെ തടയാൻ പാടില്ല. ഫഖാല ബിലാൽ ഇബ്നു അബ്ദില്ല, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് ബിലാൽ. അദ്ദേഹത്തിന് ഗൈറത്ത് പിടികൂടി, സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലനംനഅഹുന്ന, അല്ലാഹുവാണ് ഞങ്ങൾ തടയും. ഏയ് റസൂലുള്ളാഹി പറയാണ് ലാ തംനഉ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ബിലാൽ പറയാണെന്ത്, അല്ലാഹുവാണ് ഞാൻ തടയും, ഞങ്ങൾ തടയും. فأقبل عليه عبد الله فسبه سبا سيئا ما سمعته سبه مثله قط. ഉപ്പ മകൻ്റെ നേരെ തിരിഞ്ഞിട്ട് ശക്തമായ ചീത്ത പറഞ്ഞു. ഇതുപോലെ അദ്ദേഹം മറ്റൊരാളെയും വഴക്ക് പറയുന്നത് കേട്ടിട്ടില്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഖാല ഉഖ്ബിറുക അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്ന് പറയുമ്പോൾ നീ തിരിച്ചു പറയുക, വല്ലാഹി ലനംനഅഹുന്ന, ഞങ്ങൾ തടയുമെന്ന്. മറ്റു ചില റിവായത്തിൽ കാണാം, പിന്നീട് ആ മകനോട് ഉപ്പ മിണ്ടിയിട്ടില്ല എന്ന്, ഒരുപാട് കാലം പിണങ്ങി നടന്നു. അവിടെ എന്താണ്? റസൂലുള്ളാഹിൻ്റെ ഹദീസിനോട് അനാദരവ് കാണിച്ചുള്ളൊരു സമീപനാണ്. ഇവിടെ പല ആളുകളും അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബത്ത് കൊടി പിടിച്ച് സിന്ദാബാദ് വിളിച്ച് പറഞ്ഞു നടക്കുന്ന ആളുകൾ ഈ ഹദീസിനെതിരെ ചെയ്യുന്നവരാണ്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോവൽ ഹറാം, മസ്ജിദുൽ ഹറമിൽ നിന്ന് പോലും തടയുന്നവർ, മദീന പള്ളിയിൽ നിന്ന് പോലും തടയുന്നവർ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്തിനാ വഴക്ക് പറഞ്ഞത്? റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിൽ മറ്റൊരു വർത്തമാനമില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള അനാദരവാണ് അവിടെ പ്രകടമാകുന്നത്. ഇവിടെ ആളുകൾ അനുസരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് ഹദീസുകളെ തള്ളിക്കളയാണ്, നിഷ്കരുണം. ബുദ്ധിയുടെയും യുക്തിയുടെയും സയൻസിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ റസൂലുള്ളയോടുള്ള മഹബത്ത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. അതിനെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. നാം അത് പ്രകടിപ്പിക്കേണ്ടത് പ്രവാചകൻ്റെ ചര്യകളെ പിൻപറ്റിക്കൊണ്ടും പ്രവാചകൻ്റെ സുന്നത്തുകളെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടുമാണ്. അതോടൊപ്പം ആ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം വായിക്കുക. റസൂലുള്ളാഹിൻ്റെ ജീവചരിത്രം ഇങ്ങനെ ഹദീസിലൂടെ വായിക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ കൂടെ ജീവിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും, സ്വഹാബത്തിൻ്റെ കൂടെ ജീവിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വീട്ടിൽ നിന്ന് അധികം പുറത്തിറങ്ങാറുണ്ടായിരുന്നില്ല.
അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇറങ്ങിയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് അങ്ങനെയൊക്കെ സംസാരിച്ച് സമയം കളഞ്ഞൂടെ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതിനേക്കാൾ നല്ല കൂട്ടുകാർ വീട്ടിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീട്ടിലിരിക്കുന്നത്. എന്താണത്? ഞാൻ നബിയുടെയും സഹാബത്തിൻ്റെയും ചരിത്രം വായിക്കുകയാണ്. അത് വായിക്കുമ്പോൾ ഞാൻ അവരുടെ കൂടെ ഉള്ളതുപോലുള്ളൊരു ഫീലിംഗാണ്. അതിനേക്കാൾ നല്ല കൂട്ടെനിക്ക് വേറെ എന്താണ് വേണ്ടത്? നബിയുടെ ചരിത്രം പഠിക്കണം, മദീനയുടെ ചരിത്രം പഠിക്കണം, ഇരു ഹറമുകളിലും പോവണം. ആ ചരിത്ര സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ ആ മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ നിലക്ക് നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുക. ധാരാളമായി ആ പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് നേരുക, ആ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് നബിയെ ചീത്ത പറയാനായിട്ട് ഒരുപാട് ശൈത്താനുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത്തരം ശൈത്താനുകൾക്ക് മറുപടി നൽകുകയും അവഗണിക്കേണ്ടവരെ അവഗണിച്ചുകൊണ്ടും പരിഗണിക്കേണ്ടവരെ പരിഗണിച്ച് റദ്ദ് പറഞ്ഞുകൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയും പ്രവാചകൻ്റെ വ്യക്തിത്വത്തെയും നാം പ്രതിരോധിക്കേണ്ടതുണ്ട്. അത് പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, അതിലൂടെ ഈമാനിൻ്റെ മധുരം ആസ്വദിക്കുന്ന, ആ സ്നേഹത്തിലൂടെ നാളെ പരലോകത്തേക്ക് വേണ്ടി ഈമാനാകുന്ന വിഭവം കരുതുന്ന, അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.